അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാ, സുഖല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേട്ടോ? ക്ലാസ്സുകളൊക്കെ എങ്ങനെ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതായിരുന്നു എന്ന് പറഞ്ഞു തന്നിരുന്നു. ലെമോ ഫ്ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. അത് നമുക്ക് നമ്മുടെ ഓഥറെ എന്ന് പരിചയപ്പെടാം. അബൌട്ട് ദി ഓഥർ. ലെമോ ഫ്ലഹർട്ടി നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഓഥറാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ലെമോ ഫ്ലഹർട്ടി ഈസ് 1896 to 1984. അദ്ദേഹത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1896 മുതൽ 1984 വരെയായിരുന്നു. വാസ് ആൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹം ഒരു അയർലൻഡുകാരനാണ്, ഐറിഷ് നോവലിസ്റ്റാണ്, അതേപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കാനുള്ളത്. His words are known for their psychological insight into life's problem and the way of overcoming them. അദ്ദേഹത്തിൻ്റെ പോയംസ്, അദ്ദേഹത്തിൻ്റെ പോയിന്റുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചർച്ച ചെയ്യുക. നമുക്കൊരൊറ്റ നോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥകൾ വായിച്ച്, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി നോവൽ എന്തെങ്കിലും വായിച്ച് കഴിഞ്ഞാൽ നമുക്കൊരൊറ്റ നോട്ടിൽ തോന്നും ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു എലമെൻറ്റ്സ് അതിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലും ആ ഒരു എലമെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. ലൈഫിലുള്ള ലൈഫിൻ്റെ പ്രോബ്ലംസ് അതായിരിക്കും അദ്ദേഹം അധികം ഡിസ്കസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയിലോ നോവലിലോ ഒക്കെ തീം എന്ന് പറയുന്നത് ലൈഫിലെ പ്രോബ്ലംസ്, അതിനെങ്ങനെ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങളും നമുക്കിതിലൂടെ പറഞ്ഞു തരും. His first flight relates the importance of independence and self-confidence. അദ്ദേഹത്തിൻ്റെ നമുക്ക് പഠിക്കാനുള്ള, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പറഞ്ഞാൽ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, നമുക്കൊരു ആത്മവിശ്വാസവും ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യവും, ഈ 2 ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി നമുക്ക് ഉള്ളത്. അത് നമുക്ക് ചാപ്റ്ററിലൂടെ പോകുമ്പോൾ കാണാം അതിൽ എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ് ഒക്കെ വരുന്നത് എന്നുള്ളത്. ആസ് വെൽ ആസ് ദ നീഡ് ടു റിമാൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ്. അദ്ദേഹം ഫാമിലി ലൈഫിൽ ഇൻവോൾവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു സെൽഫ് കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ ആയിരിക്കും അദ്ദേഹം അധികം ഡിസ്കസ് ചെയ്തത്. ത്രൂ ഔട്ട് ദി സ്റ്റോറി ഓഫ് ദ ബേർഡ്, ദ റൈറ്റർ കൺവേ ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. അതായത് ഈ ഒരു സ്റ്റോറി പറയുന്നത് ഒരു ബേർഡിൻ്റെ കഥയാണ്. ഹീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പേഴ്സൺ, ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കല്ലേ, അതൊരു പക്ഷിയുടെ കഥയാണ്. ഈ ഒരു പക്ഷിയുടെ സ്റ്റോറിയിലുടനീളം അദ്ദേഹം പറയുന്നത് ദ റൈറ്റർ കൺവേ ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിയലൻസ്. അദ്ദേഹം ഇതിലൂടെ എന്താ പറയുക, സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് ആത്മാവിനെ ഒരു ഉയർത്തുക, അതുപോലെ തന്നെ സെൽഫ് റിയലൻസ് എന്നാൽ സ്വാശ്രയ ലൈഫ്, സ്വന്തമായിട്ട് ഒരാളെ ആശ്രയിക്കാത്ത ഒരു ലൈഫ്. ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ അദ്ദേഹം നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. സ്റ്റാർട്ട്. Let us read the story of a young seagull that was afraid to fight first flight and how its parents guarded into action and thereby equipped it to face the challenges of life. ഈ ഒരു കഥ നമുക്ക് വായിക്കാനുള്ള, നമുക്ക് ഒരു സീകൾ എന്താണെന്നറിയോ? സീകൾ എന്ന് പറയുന്നത് ഒരു കടൽ പക്ഷി. സീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി ഓഫ് എ യങ് സീകൾ ദാറ്റ് വാസ് അഫ്രൈഡ് ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതായത് ആ ഒരു സീകൾ എന്ന് പറയുമ്പോൾ കടൽ കാക്ക എന്നാണ് അർത്ഥം. കടലിലുള്ളൊരു കാക്ക, കടൽ കാക്കയെ കുറിച്ചിട്ടൊരു ചെറിയ കഥയാണ്. ഒരു യങ് കടൽ കാക്കയാണ് കേട്ടോ.
ഒരു കുഞ്ഞു കടൽ കാക്കയുടെ ഒരു കഥ. അതിന് പറക്കാൻ, അതിൻ്റെ ആദ്യത്തെ പറക്കലിന് അതിന് ഭയം, ആ ഒരു ഭയത്തെക്കുറിച്ചാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ആൻഡ് ഹൗ ഇറ്റ്സ് പാരൻസ് ഗോഡഡ് ഇറ്റ് ഇൻ ടു ആക്ഷൻ ആൻഡ് ദെർബൈ എക്യുപ്ഡ് ഇറ്റ് ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ്. ആ പക്ഷിക്ക് പറക്കാൻ വളരെയധികം ഭയമാണ്. പക്ഷെ ആ പക്ഷിയുടെ പാരൻസ് ആ പാരൻസ് ആ പക്ഷീനെ അതിന് തയ്യാറാക്കുന്ന, അതിന് എക്യുപ്ഡ് ആക്കണം, അതിന് ആത്മവിശ്വാസം കൊടുത്ത് അതിനെ എന്താക്കുക, ആ ഒരു കാര്യത്തിൽ വിജയിപ്പിക്കുകയാണ്. ആ പറക്കുക എന്നുള്ള ഒരു കാര്യം അതിൽ വിജയിപ്പിക്കാൻ, ഇതിൽ എക്യുപ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനെങ്ങനെയാണ് ജീവിതത്തിലുടനീളം നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന, നമ്മൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ എങ്ങനെ ഫേസ് ചെയ്യാം എന്ന് ആ ഒരു പക്ഷിയെ പഠിപ്പിക്കുകയാണ് അതിൻ്റെ പാരൻസ്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. നമുക്ക് ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാറില്ല. ഈ ഒരു കഥ നമുക്ക് പ്രചോദനം നൽകുകയാണ്. എങ്ങനെയാണ് നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാം, എങ്ങനെ നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാം. അത് പ്രചോദനം ചെയ്യുന്ന, നല്ല ആവേശം ഉണ്ടാക്കുന്ന, നമ്മൾ നല്ലൊരു ആവേശമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആവേശം തരുന്ന ഒരു കഥയാണ് ഈ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് നടക്കുമ്പോൾ എല്ലാവരും പറയണ്ട, ആദ്യമായിട്ട് നടക്കുമ്പോൾ വീഴാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല അല്ലേ. ആദ്യമായിട്ടൊരു കുഞ്ഞുകുട്ടി നടത്തം പഠിക്കുമ്പോൾ വീണിട്ടുണ്ടാവും. വീഴ്ചകളിൽ നിന്ന് വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽക്കണം. അപ്പോൾ ആ ആദ്യമായി നടക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ ചിന്തിക്കേണ്ടത്. ഈ പ്രതിസന്ധി ഞാൻ തളരല്ല ചെയ്യേണ്ടത്, ഇപ്പം എനിക്കിങ്ങനെ ഒരു പ്രതിസന്ധി വന്ന് എങ്ങനെ ഇതിനെ മറികടക്കാം, വിജയിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ട്, ഹൗ യു ക്യാൻ ഫേസ് ദി ചലഞ്ചസ് ഓഫ് ലൈഫ്, അതാണ് ഈ ഒരു കഥയിലൂടെ, ഈ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് കടൽക്കാക്കയുടെ ഒരു കഥയാണെങ്കിൽ കൂടി അത് നമ്മുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇത് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലേ, ടെക്സ്റ്റ് എടുത്തിട്ട് ക്ലാസ്സിലേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഒരു വീഡിയോ കാണുന്ന പോലെ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കഥ കേട്ട ഒരു ഫീലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. lamb of Flaherty. The young seagull was alone on his ledge. The young seagull was alone on his ledge. ലെഡ്ജ് എന്ന് വെച്ചാൽ എന്താ അറിയോ, ഈ കടലിൻ്റെയൊക്കെ ഇപ്പോൾ ദാ ചിത്രത്തിലൊക്കെ നോക്കിയാൽ ലുക്കത്തി പിക്ചർ, അവിടെ എന്താ കാണുന്നത്, കടലിൽ കാണുന്ന ഒരു പാറയാണ്. ആ പാറയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ആര്, നമ്മുടെ കുഞ്ഞു സീകൾ എന്ന് വെച്ചാൽ കടൽക്കാക്ക. ലെഡ്ജ് മനസ്സിലായില്ലേ. ലെഡ്ജ് എന്ന് വെച്ചാൽ ഹിയർ ഇതിനെയാണ് എന്ത് പറയുന്നത്, ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെഡ്ജ് ഇപ്പം ആ കടൽക്കാക്ക ആ ലെഡ്ജിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം. ഹിസ് 2 brothers and his sister had already flown away the day before. ഈ കുഞ്ഞു സീകളിന് അവൻ തനിച്ചല്ല, അവനക്ക് ആരൊക്കെ ഉണ്ട്, അവന് 2 ബ്രദേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവനൊരു ലിറ്റിൽ സിസ്റ്ററുണ്ട്, ഒരു കുഞ്ഞു സിസ്റ്ററുണ്ട്. അവരൊക്കെ ഓൾറെഡി ഇന്നലെ, ഡേ ബിഫോർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മുമ്പുള്ള ദിവസം, അതായത് ഇന്നലെ യെസ്റ്റർഡേ അവരൊക്കെ എന്തായി, പറന്ന് പോയിട്ടുണ്ട്. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. ഇവൻ്റെ പ്രശ്നം എന്താണ്, ഇവനക്ക് അവരുടെ കൂടെ പറക്കാൻ കഴിയുന്നില്ല, അവന് പറക്കാൻ ഭയം. Somehow, when he had taken a little run forward to bring off the ledge and attempt to flap his wings, he became afraid. അവൻ എന്തായി, somehow, എന്നിരുന്നാലും കൂട്ടുകാരൊക്കെ സിസ്റ്ററും ബ്രദേഴ്സും ഒക്കെ പോയതല്ലേ, അപ്പോൾ എന്നിരുന്നാലും when he had taken a little run, അവന് ഫോർവേഡ് കുറച്ച് മുന്നിൽക്കൊന്ന് ഓടി നോക്കി. ടു ദ ബ്രിങ് ഓഫ് ദി ലെഡ്ജ്. ബ്രിങ് ഓഫ് ദി ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ആ ലെഡ്ജിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ട ഈ പാറയല്ലേ, ഈ പാറയുടെ ഈ ലെഡ്ജ് പറയുമ്പോൾ ഈ ഭാഗം, ഈ അറ്റം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ലെഡ്ജിൽ
ആ ലെഡ്ജിൻ്റെ അവിടം വരെ അവൻ എന്തായി ഓടി നോക്കി. എന്തിനു വേണ്ടിയിട്ട്? ആൻ അറ്റംപ്റ്റ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ് ഹി ബിക്കെയിം അഫ്രൈഡ്. അവൻ എന്തിനു വേണ്ടിയാണ്? അവൻ്റെ ആ ചിറകുകളൊക്കെ ഒന്ന് പാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിറകൊന്ന് പൊക്കണമല്ലോ. അങ്ങനെ ചിറകൊക്കെ ഒന്ന് പൊക്കാൻ അവൻ ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്തി നോക്കി, അവനൊരു പരിശ്രമം നടത്തി നോക്കി. പക്ഷേ ഹി ബിക്കെയിം അഫ്രൈഡ്. അവൻ എന്താണ്? അവന് പേടിയായി തോന്നി. അപ്പോഴും അവൻ എന്ത് വന്നു? പേടി വന്നു. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഔട്ട് ബിനീത്ത്. അവൻ എന്തിനാണ് പേടിക്കുന്നതെന്നറിയോ? ഈ പാറയുടെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവൻ എന്താ കാണുന്നത്? പാറേനെ അങ്ങോട്ട് നോക്കുമ്പോൾ ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. എന്താ കാണുന്നത്? അവന് അങ്ങോട്ട് നോക്കുമ്പോൾ വളരെ വിശാലമായി പരന്നൊഴുകുന്ന, അല്ലെങ്കിൽ പാരാവാരം പോലെ കിടക്കുന്ന കടലാണ് അവൻ കാണുന്നത്. തൊട്ടരികിലായിട്ട് ആ കടൽ കാണുന്നതോടുകൂടി അതെങ്ങനെയാണ്? മൈലുകളോളം, അല്ലേ, കിലോമീറ്റർ മൈലുകളോളം പരന്നിങ്ങനെ കിടക്കുകയാണ്. ആ വെള്ളം, ആ ഒരു കടൽ കാണുന്നതോട് ഇവന് പേടിയാവാണ്. ഹി ഫെൽറ്റ് certain that his wings could never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. ഈ കടലിക്ക് നോക്കിയപ്പോൾ സിസ്റ്ററും ബ്രദേഴ്സും ഒക്കെ പോയതുകൊണ്ട് അവനും ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്തി നോക്കി, ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ അവൻ ആ കടൽ കണ്ടതോടുകൂടി അവൻ്റെ ഉള്ളിൽ ഭയം കയറി. അതോടുകൂടി അവൻ എന്ത് ചെയ്ത്? ഹി ലെഫ്റ്റ് സഡൻ ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവൻ എന്താണ് മനസ്സിലായത്? അവന് തീർച്ചയാക്കി എൻ്റെ ഈ ചിറകുകൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ ഈ ചിറകുകളൊന്ന് സപ്പോർട്ട് ചെയ്താലേ എനിക്കൊന്ന് മുന്നോട്ട് പറന്നു പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചിറകുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. ചിത്രത്തിൽ കാണുന്നുണ്ടേ അവൻ്റെ കൂട്ടുകാരന്മാർ ഈ ഇവിടെ നോക്ക്, ഇവിടെയൊക്കെ ആയിട്ട് അവൻ്റെ ബ്രദേഴ്സാണ് ഈ പാറി നിൽക്കുന്നത്, ബ്രദേഴ്സും സിസ്റ്ററും. അപ്പോൾ ഇത് കാണുന്നുണ്ടാവും ഇതിനകത്തൊക്കെ നോക്ക്. ഓക്കെ, അപ്പോൾ അവൻ എന്താ വിചാരിക്കണേ? എൻ്റെ ഈ ചിറകുകൾ ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യില്ല, എനിക്ക് പറക്കാനും എനിക്ക് അവരുടെ കൂടെ പോകാനും കഴിയില്ല എന്ന് വിചാരിച്ച് അവന് സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റാൻ അവേ ബാക്ക് ടു ദി ലിറ്റിൽ ഹോൾ അണ്ടർ ദി ലെഡ്ജ് വേർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അതായത് കഴിഞ്ഞ ദിവസം അവൻ കിടന്നുറങ്ങിയിരുന്ന ആ ലെഡ്ജിൻ്റെ ഒരു ഹോളുണ്ട്, പാറയിടുക്ക്. ആ ലെഡ്ജ് എന്ന് പറഞ്ഞതില്ലേ, ആ പാറയുടെ ഒരു ഇടുക്ക്, ഒരു ഹോളുണ്ട്. ആ ഹോളിൽ ആണ് അവന് രാത്രി കിടന്നുറങ്ങുന്നത്. ആ ഭാഗത്തേക്ക് തന്നെ അവൻ തിരിച്ചു വരികയാണ്. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയൊക്കെ താഴ്ത്തി. അതായത് അവന് കഴിയുന്നില്ല, നമ്മളങ്ങനെയാണല്ലോ, എന്തെങ്കിലും കാര്യത്തിന് പോയി നമുക്ക് അത് കഴിഞ്ഞില്ല, നമുക്കൊരു ചമ്മൽ, അല്ലേ, ചമ്മലൊക്കെ ഒരു നാണൊക്കെ വരും. അപ്പോൾ നമ്മളെ തലയൊക്കെ ഒന്ന് താഴ്ത്തി എല്ലാം അങ്ങോട്ട് പോരും. അതുപോലെ ഇവനും എന്ത് ചെയ്തു? അവൻ്റെ തല താഴ്ത്തി ബാക്കിൽ തന്നെ പുറകേക്ക് ഓടിപ്പോന്നു. എങ്ങടാ പോകുന്നത്? എ ലിറ്റിൽ ഹോൾ അണ്ടർ ദി ലെഡ്ജ് വേർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. രാത്രിയിൽ, കഴിഞ്ഞ രാത്രി അവൻ കിടന്നുറങ്ങിയിരുന്ന ആ ലെഡ്ജിൻ്റെ ഹോളിലേക്ക് തന്നെ അവൻ വീണ്ടും വന്നു. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ വാസ് എ യങ് സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? എന്തുകൊണ്ടാണ് ആ യങ് സീകൾ, ആ കുഞ്ഞു കടൽ പക്ഷി പറക്കാൻ ഭയക്കുന്നത് എന്തുകൊണ്ടായിരുന്നു? ഓക്കെ, എന്തുകൊണ്ടായിരുന്നു? അവന് ആ വലിയ ആ സീ കാണുമ്പോൾ അവൻ എന്തായിരുന്നു? ഹി ബിക്കെയിം അഫ്രൈഡ്. Why he became afraid? The great expanses of sea stretched down beneath, and it was such a long way down, miles down. അല്ലേ, പാരാവാരം പോലെ കടന്ന് ആ കടൽ കാണുമ്പോൾ അവൻ അങ്ങോട്ട് പേടിയാവുമായിരുന്നു. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? യങ് സീകളിന് ഭയം തോന്നിയത്. ഓക്കെ, അപ്പോൾ മോൻ്റെ നെക്സ്റ്റ് പാരഗ്രാഫ്. Even when each of his brothers and his little sisters, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had come around, calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away, but for the life of him he could not move.
ഓക്കെ. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഹൂസ് വിങ്സ് വേർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ. അവനിങ്ങനെ ചിന്തിക്കുകയാണ്, അവൻ്റെ ചിറകിനേക്കാളും കുഞ്ഞു ചിറകുകളാണ് അവൻ്റെ സിസ്റ്റർക്കും അതുപോലെ തന്നെ ബ്രദേഴ്സിനും ഉള്ളത്. എന്നിട്ട് പോലും ഈ റാൻ ടു ദി ബ്രിങ് ഫ്ലാപ്പ് ദെയർ വിങ്സ് ആൻഡ് ഫ്ലൂ എവേ. എന്നിട്ടും അവരൊക്കെ ആ ഒരു ലെഡ്ജിൻ്റെ ആ അറ്റത്തിലേക്ക്, ആ ഒരു തെല്ലിൽ, ആ തെല്ലത്തേക്ക് അല്ലെങ്കിൽ ആ അറ്റത്തേക്ക് മൂവ് ചെയ്യാനും അവർ ഓടിപ്പോയിട്ട് ഫ്ലാപ്പ് ദെയർ വിങ്സ്, അവരുടെ ചിറകുകൾ ഇങ്ങനെ പൊക്കിയിട്ട് ആൻഡ് ഫ്ലൂ എവേ, അവരൊക്കെ പാറി പോകുന്നുണ്ട്. ബട്ട് ഹി ഫെയിൽ ടു മസ്റ്റ് അപ്പ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ്. പക്ഷെ എന്നിട്ടും എന്താണ്, ഹി ഫെയിൽ ടു മസ്റ്റ് അപ്പ് കറേജ്. അവൻ എന്താണ്, മസ്റ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ്. അതായത് മസ്റ്റ് അപ്പ് കറേജ് എന്ന് പറഞ്ഞാൽ ശക്തി സംഭരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് മസ്റ്റ് അപ്പ് എന്ന് പറയുമ്പോൾ. അവന് എന്താണ്, ശക്തി സംഭരിക്കുന്നതിൽ അവൻ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിത്ത് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ്. കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിത്ത് അപ്പിയർഡ് ടു ഹിം ഡെസ്പറേറ്റ്. അവന് ആ ഒരു അറ്റംപ്റ്റ് നടത്താൻ, ആ ഒന്ന് പറക്കാൻ, അവിടേക്ക് എത്താൻ അവന് കഴിയുന്നില്ല. അവൻ എന്താ ഉണ്ടാവുന്നത്, അവൻ്റെ ധൈര്യമൊക്കെ പോയി അവന് നിരാശ, ഡെസ്പറേറ്റ് ആവുകയാണ്. ഹി ബിക്കം ഡെസ്പറേറ്റ്. അവൻ എന്തായി വരികയാണ്, നിരാശയിലേക്ക് വരികയാണ്. ഓക്കെ. ഹിസ് ഫാദർ ആൻഡ് മദർ സ്കോൾഡിങ് ഹിം, ത്രെറ്റനിങ് ടു ലെറ്റ് ഹിം starve on his lurch unless he flew away, but for the life of him he could not move. His father and mother had come around calling to him shrilly. അവൻ്റെ അമ്മയും അച്ഛനും അവൻ്റെ അരികത്ത് വന്നിട്ട് അവനെങ്ങനെ ഷ്രില്ലി എന്ന് പറഞ്ഞാൽ നല്ല പരിക്കൻ സൗണ്ടിൽ, നമ്മൾ ഒരാൾ എന്തെങ്കിലും പറയുന്നത് ചീത്ത വിളിക്കുന്ന പോലെ, എന്നാൽ ചീത്ത എന്നല്ല, പരിക്കൻ സൗണ്ടിൽ വിളിക്കാണ്. സ്നേഹത്താലല്ലാണ്ട് ഒരു പരിക്കൻ സൗണ്ടിൽ അവനെ വിളിക്കുന്നുണ്ട്. അവൻ്റെ ചുറ്റും വന്നിട്ട് പറക്കാൻ വേണ്ടി അവനെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കോൾഡിങ് ഹിം, അവനെ വഴക്ക് പറയുന്നുണ്ട്. ത്രെട്ടനിങ് ഹിം, അവനെ ഭീഷണിപ്പെടുത്തുന്നു. ടു ലെറ്റ് ഹിം സ്റ്റാവ് ഓൺ ഹിസ് ലെഡ്ജ്, അവനെ ആ ലെഡ്ജിൽ, ആ പാറയിൽ ഞങ്ങൾ നിന്നെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അൺലെസ് ഈ ഫ്ലൂ അവേ, അവൻ ദൂരേക്ക് പറന്നിട്ടില്ല എങ്കിൽ നിന്നെ ഞങ്ങൾ ഈ പാറയിടുക്കിൽ പട്ടിണിക്കിടും എന്നൊക്കെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. എന്തൊക്കെ പറഞ്ഞിട്ടും അവന് ഫോർ ദ ലൈഫ് ഓഫ് ഹിം, അവൻ്റെ ജീവിതത്തിൽ ഹി കുഡ് നോട്ട് മൂവ്, അവന് ഒന്ന് മൂവ് ചെയ്യാൻ, ഒന്ന് സഞ്ചരിക്കാൻ പോലും കഴിയുന്നില്ല. ഓക്കെ. ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഡിഡ് ദ പാരൻസ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് വെൻ ഇറ്റ് ഫെയിൽ ടു മസ്റ്റർ അപ്പ് എനഫ് കറേജ് ടു ഫ്ലൈ. What did the parents do motivate the young bird when failed to muster up enough courage to fly? ആ പക്ഷിക്ക് പറക്കാനുള്ള അല്ലെങ്കിൽ പക്ഷിക്ക് ധൈര്യം സംഭരിക്കാൻ കഴിയുന്നില്ല. അതിൽ അവൻ എന്താണ്, തോറ്റു പോവാണ്. അപ്പോൾ അവൻ്റെ രക്ഷിതാക്കൾ അവനെ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, വാട്ട് ഡിഡ് ദ പാരൻസ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ്, എങ്ങനെയാണ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? അവനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ, എങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം around calling to him shrilly and scolding him, then threatening to let him starve on his lurch unless he flew away. Okay. Next paragraph. That was 24 hours ago. Since then nobody had come near him. The day before, all day long, he had watched his parents flying about his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had in fact older brother catch his first herring and devote it standing on a rock while his parents circled around raising a proud cackle. Okay. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ദാറ്റ് വാസ് 24 hours ago. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. ഇപ്പോൾ അവൻ്റെ ബ്രദേഴ്സൊക്കെ പോയി എന്ന് പറഞ്ഞല്ലോ. 24 hours കഴിഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞു.
ഇതുവരെ ആരും തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നില്ല. നോ ബഡി ഹാഡ് കം നിയർ ഹിം. ആരും തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നില്ല. ദ ഡേ ബിഫോർ, കഴിഞ്ഞ ദിവസം. ഓൾ ഡേ ലോങ്, കഴിഞ്ഞ ദിവസം അവരെല്ലാവരും പോയതാണ്. ഈ ഈ അവനെ വിട്ടു പോയതാണ്. ഈ 24 മണിക്കൂറായിട്ടും ആരും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും വന്നില്ല. ഓൾ ഡേ ലോങ് കം നിയർ ഓൾ ഡേ ലോങ് ഹി ഹാഡ് വാച്ച് ഹിസ് പാരൻസ് ഫ്ലൈയിങ് എബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അവനിങ്ങനെ ഒരു ദിവസങ്ങൾ മുഴുവൻ ഇങ്ങനെ അവൻ എന്താണ് പുറത്തേക്ക് അവിടെ അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്താ അവൻ നോക്കിയിരിക്കുന്നത്? ഹാഡ് വാച്ച് ഹിസ് പാരൻസ് ഫ്ലൈയിങ് എബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അവൻ്റെ സഹോദരിയുടെയും സഹോദരന്മാരുടെയും കൂടെ അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ പാരൻസ് ഇങ്ങനെ പറന്ന് കളിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവന് പറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിനെ അവന് കഴിയുന്നുള്ളൂ. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. ആ പാറുക എന്ന അല്ലെങ്കിൽ പറക്കുക എന്നുള്ള ആ ഒരു കല, ആർട്ടാണത്. ആ ആർട്ടിൽ എന്താണ് ചെയ്യുന്നത്? ആ ആർട്ടിനെ കുറിച്ച് അവരെ നന്നായിട്ട് പെർഫെക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആര്? അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും. അവരിങ്ങനെ നന്നായിട്ട് പാറുന്നതും ആ ആർട്ട് എന്ന കലയിൽ അവർ വിജയിക്കുന്നതും പെർഫെക്റ്റ് ചെയ്യുന്നതും ഒക്കെ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ എന്താ മാതാപിതാക്കൾ എന്താണ് അവരെ കൂടെ നിന്ന് ചെയ്യുന്നത്? അവർ ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡിവ് ഫോർ ഫിഷ്. എങ്ങനെയാണ് മത്സ്യത്തിനെ പിടിക്കുക? ഡിവ് ഫോർ ഫിഷ്, കടലിൽ നിന്ന് മത്സ്യത്തിനെ എങ്ങനെ പിടിക്കണം. കടൽ കാക്ക എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ കടലിലെ മത്സ്യങ്ങളാണ് അവർ ഭക്ഷിക്കുന്നത്. അപ്പോൾ ആ കടലിൽ നിന്ന് എങ്ങനെയാണ് മത്സ്യത്തിനെ പിടിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ സ്കിം ദ വേവ്. സ്കിം എന്ന് പറഞ്ഞാൽ ഈ തിരമാലകളുടെ മുകളിലൂടെ സഞ്ചരിക്കുക, എന്നാൽ തിരമാലകളെ തൊട്ടില്ല എന്ന രീതിയിൽ സഞ്ചരിക്കുക. അതാണ് സ്കിം ദ വേവ്. സ്കിം ചെയ്യുക, വേവ്സിൻ്റെ മുകളിലൂടെ എങ്ങനെ സ്കിം ചെയ്ത് പോവുക എങ്ങനെയാണ് എന്നൊക്കെ പാരൻസ് അവരെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കോഴി അങ്ങനെയല്ലോ, കോഴി കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തീറ്റ എങ്ങനെയാണെന്നുള്ളതൊക്കെ കൊത്തി കാണിച്ചു കൊടുക്കുന്ന ആ ഒരു കുഞ്ഞു മക്കളെ കൂടെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കുകയാണ്. എങ്ങനെ അവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഇവിടെ കാണിക്കുന്നത്. സീകൾ എങ്ങനെയാണ് വേവ്സിൻ്റെ മുകളിലൂടെ സ്കിം ചെയ്യുന്നതെന്നും, അതുപോലെ തന്നെ ഹൗ ടു ഡിവ് ഫോർ ഫിഷ്, എങ്ങനെയാണ് മത്സ്യത്തിനൊക്കെ പിടിക്കുക എന്നൊക്കെ ആ സീകളിൻ്റെ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവർ. അതുപോലെ തന്നെ ഒരിക്കൽ ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിംഗ് ആൻഡ് ഡിവർ ഇറ്റ് സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് വൈൽ ഹിസ് പാരൻസ് സർക്കിൾഡ് അറൗണ്ട് റൈസിങ് പ്രൗഡ് കാക്കിൾ. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് ആ ഇവൻ്റെ മൂത്ത ബ്രദർ അവൻ്റെ ആദ്യത്തെ ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ, അവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിംഗ് ആൻഡ് ഡിവോർ ഇറ്റ് സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്. അവന് എന്ത് ചെയ്തി? ആ ബ്രദർ പറഞ്ഞല്ല, ആ ബ്രദർ ഒരു മത്സ്യത്തിനെ പിടിച്ച് എന്ത് ചെയ്ത്? ആ ബ്രദർ ഒരു മത്സ്യത്തിനെ പിടിച്ച്, അത് അവൻ്റെ ആദ്യത്തെ ഇരപിടുത്താണ്. ആ ഇര പിടിച്ച് അതൊരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ച്, എന്നിട്ട് ഫസ്റ്റ് ഹെറിംഗ്. അപ്പോൾ ഇത് കണ്ടേക്ക് വൈൽ ഹിസ് പാരൻസ് സർക്കിൾ അറൗണ്ട് റൈസിങ് എ പ്രൗഡ് കാക്കിൾ. അവൻ്റെ ചുറ്റും വന്നിട്ട് ഇങ്ങനെ ഒരു അഭിമാനത്തിൻ്റെ അവൻ ആദ്യമായിട്ട് ഒരു മീൻ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീകളിൻ്റെ ആ ബ്രദർ ആദ്യമായിട്ടൊരു ഫിഷ്, ഒരു മീൻ പിടിച്ച് കൊണ്ടുവന്ന ഒരു പാറയുടെ മുകളിൽ വെച്ചപ്പോൾ പാരൻസ് അവനെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ആ പ്രൗഡിൻ്റെ ഒരു കാക്കിൾ എന്നു വെച്ചാൽ ഒരു ചിലക്ക്, അഭിമാനത്തോടെയുള്ളൊരു കിളികളുടെ ശബ്ദം ഉണ്ടാകുമല്ലോ, അതിനാണ് കാക്കിൾ എന്ന് പറയുന്നത്. ചിലക്ക എന്നാണല്ലോ നമ്മൾ പറയല്ലേ. ആ കിളികൾ ആ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ഒരു ബ്രദറിനെ ഇങ്ങനെ ഇവൻ്റെ ബ്രദറായിട്ടുള്ള സീകളിന് ചുറ്റും ഇങ്ങനെ പറന്നു. ഓക്കെ. ആൻഡ് ഓൾ ദ മോർണിംഗ് the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. അതായത് എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ ദ ഹോൾ ഫാമിലി, ഈ ബാക്കിയുള്ള അവൻ്റെ ഫാമിലിയൊക്കെ, അവൻ്റെ 2 ബ്രദേഴ്സും അവൻ്റെ സിസ്റ്ററും അവൻ്റെ അച്ഛനും അമ്മയും കൂടി ഹാഡ് വാക്ക് എബൌട്ട് ഓൺ ദി ബിഗ് പ്ലാറ്റ്യൂ മിഡ്വേ. പ്ലാറ്റ്യൂ എന്ന് പറയുമ്പോൾ ആ ഒരു സമതല പ്രദേശമാണ്.
ആ ഒരു പ്രദേശത്തേക്ക്, സമതല പ്രദേശത്തേക്ക് അവരെന്താവും മൂവ് ചെയ്യും, നടന്നു പോയിട്ട് എന്നിട്ട് അവരെന്താ ചെയ്യുക, ഇവരിപ്പം നിൽക്കുന്ന ഈ പാറയുടെ ഓപ്പോസിറ്റുള്ള ക്ലിഫാണത്, ഓപ്പോസിറ്റ് മൗണ്ടെയിനിലാണത് അതുള്ളത്, ആ സമതല പ്രദേശം. അവിടെ പോയി നിന്നുകൊണ്ട് ഈ ലാഫിങ് അറ്റ് ഹീസ് കവാർഡ്സ്, ഇവൻ്റെ ഭീരുത്വത്തെ, ഇവനൊരു ഭീരുവല്ലേ, ഇവൻ്റെ ഭീരുത്വത്തെ നോക്കി ഇങ്ങനെ എന്തൊരു പേടിത്തൊണ്ടനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കി അവരിങ്ങനെ ചിരിക്കും. കവാഡേസ് എന്ന് പറഞ്ഞാൽ ഭീരുത്വം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഈ എടുത്തത് വരെ നിങ്ങൾ വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ പാരഗ്രാഫിൽ നമുക്കൊരു ഡിസ്കസ് ചെയ്യാനുള്ള പോർഷൻ എന്ന് പറയുന്നത്, ഹൗ ഡിഡ് ദ പാരൻസ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദ യങ് സീഗൾസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്തത്. അവർക്ക് ഹി ഹാഡ് വാച്ച് ഈസ് ഫ്ലൈയിങ് അബൌട്ട് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, എന്തൊക്കെ ചെയ്യാനാണ് കാണിച്ചു കൊടുക്കുന്നത്, നമ്മൾ കണ്ടില്ലേ എന്താ ചെയ്യുന്നത്. they perfecting them in the art of flight, and the parents teaching them how to skim the waves and how to dive for fish. and പിന്നെ എന്തായിരുന്നു, പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏത്, അവൻ്റെ ബ്രദറിനെ his older brother catch his first herring and devour it standing on a rock while his parents circled around raising a proud cackle. അല്ലേ, ഒരു സപ്പോർട്ട് കൊടുക്കല്ലേ അത്. അവൻ ആദ്യമായിട്ട് മീൻ പിടിച്ച് വന്നപ്പോൾ അവനൊരു സപ്പോർട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഈ ഭാഗം ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ.